കൈ മുറിച്ചു മാറ്റപ്പെട്ട വിനോദിനിക്ക് കൈവെച്ച് നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ്. പലശന സ്വദേശിനിയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ തുടർ സഹായം ലഭിക്കാതിരുന്നതിനാലാണ് ഇത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുട്ടിയുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടു. എത്ര രൂപ ചെലവ് വന്നാലും കൈവെച്ചു നൽകാമെന്ന് പറഞ്ഞതായി കുട്ടിയുടെ പിതാവ് വിനോദ് പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിലാണ് 9 വയസ്സുകാരിയുടെ വലതുകൈ നഷ്ടമായത്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും കൃത്രിമ കൈവയ്ക്കാൻ തുക പര്യാപ്തമല്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു. കൂടുതൽ സഹായം സർക്കാർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ അടുത്തിടെ ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു. മന്ത്രിമാർക്കും നിവേദനം നൽകിയിരുന്നു. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ സഹായ വാഗ്ദാനം. കോഴിക്കോട് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സ് ഉടഞ്ഞു പോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇതായി. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഒരു മീഡിയയിൽ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ല. ഇന്ന് രാവിലെ വരുമ്പോഴേക്കും അപ്പം തന്നെ എനിക്ക് കിട്ടിയില്ലേ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ മകൾക്ക് ഞങ്ങളിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നന്ദിയുണ്ട് സാറിന്, സതീഷ് സാറിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് എൻ്റെ മകൾക്ക് ഒരു കൈ കിട്ടിയല്ലോ, അത് വളരെ നന്ദിയുണ്ട് സാറേ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. UTV ന്യൂസ്, പാലക്കാട്.